ഹായ് ഡിയേഴ്സ്, ഓറഞ്ച് കഴിച്ചിട്ട് തൊലി കളയാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഈർപ്പം നന്നായിട്ട് വലിയുന്ന ടൈപ്പ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് ഞാനിവിടെ ഫ്ലവറിൻ്റെ ഷേപ്പിന് ഇതളുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ഇതളുകളായിട്ടാണ് കേട്ടോ. ചെറിയ ഇതളുകളുടെ ഫ്ലവറാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു 5 എണ്ണം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയുടെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റം വിട്ടുപോകാതെ തന്നെ കേട്ടോ. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് കുറച്ച് പശ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിയിരിക്കും. അടിഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്ലവറിലേക്കും അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പൂക്കളുടെയൊക്കെ പൂമ്പൊടി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ 5 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതളുകൾക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ വയലറ്റാണ് കേട്ടോ എടുക്കുന്നത്. വയലറ്റ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള കളറാണ്. അപ്പോൾ വയലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. വയലറ്റാണ് ഇതളുകൾക്കെല്ലാം അടിക്കുന്നത്. നമുക്ക് ചിലതിന് 6 പെറ്റൽസ് ആണുള്ളത്. 6 നമ്മൾ വയലറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഫുള്ളായിട്ട് വയലറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് വരുന്ന ആ പൂമ്പൊടി പോലെയുള്ളതിന് ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. വയലറ്റ് യെല്ലോ കോംബോ ഭയങ്കര സൂപ്പറാണ്. എടുത്ത് നിൽക്കുന്ന കളറാണ്. ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. വയലറ്റിൻ്റെ ഉള്ളിൽ യെല്ലോ വരുമ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗത്ത് യെല്ലോയാണ് അടിച്ചു കൊടുക്കുന്നത്. പേഴ്സണലി നല്ല കോംബോയാണ് അത്. പേഴ്സണലി എനിക്ക് തോന്നുന്നു നല്ല കോംബോയാണ്. ഡ്രസ്സ് നമ്മൾ യെല്ലോ വയലറ്റ് കോംബോ ഇടുമ്പോഴാണെങ്കിലും നല്ല അട്രാക്റ്റീവായിട്ടിരിക്കും. നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും യെല്ലോവും മറ്റേ വയലറ്റും കൂടി വരുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഞാൻ യെല്ലോ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പണിയായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഔട്ട്ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉൾഭാഗത്തായിട്ട് ഞാൻ വൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് വയലറ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുമ്പോൾ നന്നായിട്ട് എടുത്ത് നിൽക്കും. ബ്ലാക്ക് ആണെങ്കിൽ അത്ര എടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് വൈറ്റ് കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഔട്ട്ലൈൻ ചുറ്റും കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലവർ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് തണ്ട് ആവശ്യമുണ്ട്. അതിന് ഞാനിവിടെ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. അതിതുപോലെ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കളർ ഫുള്ളായിട്ട് ആ നൂലിലേക്ക് പിടിക്കും. കുറച്ച് കട്ടിയുള്ള നൂലാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഫ്രെയിമിലേക്ക് നമ്മൾ എങ്ങനെയാണ് നൂല് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിൽ തെറ്റിപ്പോയി എനിക്ക്. അതുകൊണ്ട് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ നല്ല നീളമുള്ള നൂല് ഞാനിതുപോലെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നൂല് ഒട്ടിക്കുന്നത് ഫെവി ബോണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ വരച്ച് കൊടുത്തതിലൂടെ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നൂല് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പൂക്കളെല്ലാം ഞാൻ ഒട്ടിക്കുന്നത് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഏറ്റവും താഴത്തും കൊടുത്തിട്ടുണ്ട്. ആ ത്രെഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.